Hello students, now we have a small definition. Lexicographic order. Given two pose sets, we define the order in the cross product. Suppose that A1 is first set, A2 is second set. There is a relation directed by less than or equal to A1 first symbol എന്നുള്ള നിലയ്ക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വിളിക്കും. അതുപോലെ A2 റിലേഷനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 രണ്ടാമത്തെ ഇതൊരെണ്ണം ചിലപ്പോൾ ഓർഡിനറി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും, അപ്പോൾ സബ്സെറ്റ് ഗുഡ് ആയിരിക്കും. Then the lexicographic order, we can compare elements of A1 only using this relation and elements of A2 only using this relation. Then A1 and A2 are sets. Then we can form the cross product A1 cross A2. Here we define the lexicographic order. Cross product. അപ്പോൾ A1 A2 A1 cross A2 elements ഒരെണ്ണത്തിന് ഞാൻ A1 A2 എന്ന് എഴുതുന്നു. That means A1 is a member of capital A1, A2 is a member of capital A2. അവിടുത്തെ വേറൊരു എലമെന്റിന് B1 B2 എഴുതുകയാണ്. B1 ഫസ്റ്റ് സെറ്റ് A1ലെയും B2 സെക്കൻഡ് സെറ്റ് A2ലെയുമാണ്. അപ്പൊ A1ലാണെങ്കിൽ കമ്പയർ ചെയ്യാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ഉം A2ലാണെങ്കിൽ കമ്പയർ ചെയ്യാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് റിലേഷൻസ് ഉള്ളത്. അപ്പോൾ ഇവരെ നമുക്ക് കമ്പയർ ചെയ്യാം. The lexicographic order between two elements of A1 cross A2. We say that A1 A2 ordered pair less than or equal to മറ്റേതിന് 1 and 2 എന്ന് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് അതിനെ നമ്മൾ അങ്ങനെ എഴുതുന്നു. A1 A2 less than or equal to B1 B2. In A1 cross A2 we define such an order if either A1 less than or equal to B1. A1ലെ എലമെന്റ്സ് ക്യാപിറ്റൽ A1ലെ എലമെന്റ്സ് A1ഉം B1ഉം ആണ്. കമ്പയർ ചെയ്തപ്പോൾ A1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു B1. ക്യാപിറ്റൽ A1ലാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. A1ലെ റിലേഷൻ അതാണ് ഉപയോഗിച്ചത്. അല്ലെങ്കിൽ ഈ ഓർഡർഡ് പെയേഴ്സിന്റെ ഫസ്റ്റ് കമ്പോണൻസ് A1ഉം B1ഉം ആണ്. A1ഉം B1ഉം ഈക്വൽ ആവുക. എന്നിട്ട് ആ കൂട്ടത്തിൽ തന്നെ രണ്ടാമത്തത് A2ഉം B2 ആണ്. A2ഉം B2ഉം ക്യാപിറ്റൽ A2ലെ എലമെന്റ്സ് ആണ്. അവരെ കമ്പയർ ചെയ്യാൻ നമുക്കുള്ള മാർഗം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. A2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 B2. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻസ് A1ലും സെക്കൻഡ് കമ്പോണൻസ് A2ലും ആണ്. A1ലെ A2ലെയും കമ്പാരിസൺ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ രണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഒരേ മാർഗത്തിലും കമ്പയർ ചെയ്യാൻ സാധ്യതയൊക്കെ ഉണ്ട്. ഇവിടെ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ അങ്ങനെയാണ്. സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ഇത്തടില് ഓർഡിനറി സെൻസിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് നമ്മൾ റിലേഷൻ ആയിട്ട് എടുക്കുന്നു. പാർഷ്യൽ ഓർഡർ ആണ്. ദെൻ ഡിഫൈൻ അക്കോർഡിംഗ് ടു ദ ലെക്സിക്കോഗ്രാഫിക് ഓർഡർ ഫൈൻഡ് വെദർ 3-5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4-8. 3-5 ലെസ് ദാൻ ഓർ ഇത് A1 ക്രോസ് A2ലുള്ളതാണ്. 3-5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4-8 ആണ് ചെക്ക് ചെയ്യുക. 3ഉം 4ഉം ഇസഡിലെയാണ്. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇത് A1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 B1 എന്നുള്ള ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ 1 2 എന്നില്ല, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നെയാണ്. A1ഉം A2ഉം ഇസഡായിട്ട് തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുക. സോ 3-5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4-8 യൂസിങ് ദ ലെക്സിക്കോഗ്രാഫിക് ഓർഡർ. ദെൻ 3-8 4-5 3-8 4-5. ഇവിടെ കാര്യം 8നേക്കാൾ ചെറുതാണ് ഈ കാണുന്ന 5. പക്ഷെ അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മളോട് ഏതൊരു 1 or 2. ഇപ്പൊ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നുള്ളത് ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അടുത്തതിലേക്ക് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. ലെക്സിക്കോഗ്രാഫിക് ഓർഡർ ഉപയോഗിച്ച് നമുക്ക് 3-8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4-5 എന്ന് പറയാം. കൺസിഡർ അനദർ സെറ്റ് 4-9 4-11. 4-9 ആൻഡ് 4-11. 4-9 ആൻഡ് 4-11. അപ്പൊ ആദ്യത്തെ കമ്പോണൻസ് നോക്കിയാൽ 2ഉം 4 ആണ്. 4 ഈക്വൽ ടു 4 ആൻഡ് 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11. സോ ദിസ് ഈസ് compared by the lexicographic order as 4-9 less than or equal to 4-11. It's about lexicographic order. Simple definition.
കമ്പാരിസൺസ് നടത്താനൊക്കെ ചോദിക്കത്തുള്ളൂ. നിങ്ങൾ പഠിക്കുക. അടുത്ത പോർഷൻ നമുക്ക് ഉടനെ കാണാം. ഓക്കെ, താങ്ക് യു.